എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് എത്രയധികം പാലപ്പം ഉണ്ടാക്കണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് പാലപ്പമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അരി അരച്ച് വളരെ എളുപ്പത്തിൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ അരി അരച്ചെടുക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. 25 അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. 100 അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ട്രഡീഷണൽ രീതിയിലുള്ള പാലപ്പമാണ് ചെയ്യുന്നത്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇത് 1 ലിറ്റർ അളവുള്ള ഒരു പാത്രമാണ്. ഇതിൽ 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 25 പാലപ്പം നമുക്കുണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള 4 കപ്പ് അരി എടുത്താൽ 100 പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന പാലപ്പം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നടുഭാഗം ഇതുപോലെ കുറച്ച് വണ്ണമായിട്ടും കിട്ടും. 1 ലിറ്റർ അളവിൻ്റെ പാത്രത്തിൽ 1 പാത്രം അരിയാണിത്. കപ്പ് കണക്ക് പറയുവാണെങ്കിൽ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു 2 മണിക്കൂർ കുതിർത്താൽ മതി. ഇത് അപ്പത്തിന് പൊങ്ങി വരേണ്ടതുകൊണ്ടാണ് കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അരി മുഴുവൻ നന്നായി പൊടിച്ച് ഏറ്റവും ചെറിയ അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ അളവ് അരിയാണെങ്കിൽ നമുക്ക് പുറത്ത് കൊടുത്ത് പൊടിപ്പിക്കാം. അതിനുശേഷം ഏറ്റവും ചെറിയ അരിപ്പയിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. അരിപ്പൊടി അരിച്ചതിന് ശേഷം കിട്ടുന്ന ഈ തരി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കപ്പി കുറുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കപ്പി കുറുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 3 സ്പൂൺ തരി ഉണ്ടായിരുന്നു, അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഒരു 2-3 സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. 250 മില്ലി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് ചെറുതീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ട്രഡീഷണൽ രീതി ആയതുകൊണ്ടാണ് ഞാൻ കപ്പി കുറുക്കിയത് മാത്രമായിട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ചോറും കൂടെ അരച്ച് ചേർത്താലും അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ നടുഭാഗം നല്ല സോഫ്റ്റായിട്ടും അരിക് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഇതിനു മുൻപ് ഞാൻ 2 പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഉണ്ടാക്കി വരുമ്പോൾ നടുവും സൈഡും ഒരുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്ന പാലപ്പമാണ്. കൂട്ടിവിടെ വെന്ത് കുറുകി റെഡിയായിട്ടുണ്ട്. ഇതിനി തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. 25 അപ്പത്തിന് വേണ്ടി 1.5 തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. 100 അപ്പമാണെങ്കിൽ 5 തേങ്ങയോ അതിൽ കൂടുതലോ എടുക്കാം. ഇതിൻ്റെ തേങ്ങാപ്പാലിലാണ് അരിപ്പൊടി മിക്സ് ചെയ്ത് വെക്കുന്നത്. ആദ്യം 1/4 ഭാഗം അരി പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 6 കപ്പ് അരിപ്പൊടിയാണ് ആദ്യം പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ മിക്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാകും. 2 പാത്രത്തിലായിട്ട് ഇവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലെന്നും 2-ാം പാലെന്നും പറയും. 1-ാം പാല് നല്ല കട്ടിയുള്ളതാണ്, അതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് 1-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ബാക്കി 2 കപ്പ് പൊടി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1-2 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. 1.25 കപ്പ് 2-ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ടെടുത്ത തേങ്ങാപ്പാലാണ് ഇത്. ഈ സമയമായപ്പോഴേക്ക് കപ്പി കുറുക്കിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചരച്ച് ഇതും കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. ഇത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിൻ്റെ പകുതി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 25 അപ്പത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 100 അപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 100 അപ്പം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കുറച്ച് നേരത്തെ പുളിച്ചും വരണം, നേരത്തെ ഉണ്ടാക്കാനും തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ആക്റ്റീവ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 4 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പത്തിന് കൂട്ടി വെക്കുമ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം ശരിക്ക് പൊങ്ങി വരില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലോ പശുവിൻ്റെ പാലോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകളെല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു 8 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും.
ഞാനിവിടെ അരിയൊക്കെ പൊടിച്ച് അപ്പം മിക്സ് ചെയ്ത് വെച്ചപ്പോഴേക്ക് കുറച്ച് സമയം പോയി. അതുകൊണ്ട് 6 മണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുള്ളൂ. ഇത് 6 മണിക്കൂറിന് ശേഷമാണ് അപ്പത്തിൻ്റെ കൂട്ട് ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞാലും അപ്പം ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടങ്ങ് പൊങ്ങി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ഒരു സമയത്തുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അരച്ച് വെച്ച സമയത്ത് ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ചിലർ അപ്പം ഉണ്ടാക്കുമ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ സമയത്ത് മുട്ട ചേർക്കേണ്ടവർക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കുന്നതിന് 2 കാര്യമാണുള്ളത്. ഒന്ന്, അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. രണ്ടാമത്, ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെയാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് അപ്പം ഇളകി വരും. ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഈ കൂട്ട് ഇളക്കാതെ ഏറ്റവും മുകളിൽ നിന്ന് കോരി വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുകയുള്ളൂ. അപ്പച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഈ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് അപ്പച്ചട്ടി ചൂടായതിൻ്റെ അടയാളം. ഒരുപാട് ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പച്ചട്ടിയിൽ മാവ് പിടിക്കാതെ മാവിങ്ങ് ഇളകിപ്പോരും. അതുകൊണ്ട് ചൂട് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അപ്പം റെഡിയാകും. ഇതൊന്ന് തുറന്ന് നോക്കാം. പൊങ്ങാൻ വേണ്ടി സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അരികൊക്കെ ഇതുപോലെ വിട്ടുപോരും. പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് കൈകൊണ്ടെടുക്കാം, അല്ലാത്തവർ സ്പൂൺ ഉപയോഗിച്ച് എടുത്താൽ മതി. അപ്പം ഓരോന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. 8 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നു. അതുകൊണ്ടുള്ള അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നപ്പോഴുള്ള അപ്പമാണിത്. നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് അരിക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കൂടുതൽ അപ്പം ഉണ്ടാക്കുമ്പോൾ അരി അരച്ച് അപ്പം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.